ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും വടക്കൻ മലബാറി രുചിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മോഡേൺ അരിയുണ്ട. ട്രഡീഷണൽ എന്ന് പറയാൻ പറ്റത്തില്ല, അതിന് കുറേ ചിട്ടവട്ടങ്ങളുണ്ട്. എല്ലാം വിരലിൽ തന്നെ ഇടിച്ചുരുട്ടിയെടുക്കണം. പണ്ട് കാലങ്ങളിൽ കർക്കിടക മാസമൊക്കെ അരിയുണ്ട ഇടിച്ച് വലിയ ഉണ്ടൻസ് ഇത് ഉണ്ടെന്നല്ല, ഇതൊന്നല്ല എളുപ്പം വലിയ ഉണ്ടയായിട്ട് ഉണ്ടാക്കിയിട്ട് മക്കൾക്ക് എത്തിച്ചു കൊടുത്ത വീട്ടിലെ കൊണ്ടുപോയ പതിവുണ്ട്. ഇന്ന് അതൊക്കെ ഒരു പഴങ്കഥ മാത്രം. ഇനി നമ്മുടെ മോഡേൺ അരിയുണ്ട എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. പൊന്നി അരി 2 കപ്പ്, മട്ടയോ കുറുവയോ ഏത് വേണമെങ്കിലും എടുക്കാം. ശർക്കര അതായത് വെല്ലം 150 ഗ്രാം. ഇത് വലിയൊരു ശർക്കര പൊട്ടിച്ചെടുത്തതാണ്. തേങ്ങ ഒരെണ്ണം ചിരവിയത്. കാഷ്യൂ നട്ട്സ് 15 എടുത്തിട്ടുണ്ട്. ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഏലക്കായ 4 എണ്ണം. ആദ്യം തന്നെ അരി വറുത്തെടുക്കണം. ഇതാണ് അരിയുടെ പാകം. ഇത്രയും മൂത്ത് വരണം. ഈ കാഷ്യൂ കൂടി ഒന്ന് വറുത്തെടുക്കാം. വറുത്ത അരി തണുത്ത് വരുമ്പോഴേക്കും നമുക്ക് ഈ ശർക്കര ഒന്ന് കുഞ്ഞുരലിലിട്ട് ഇടിച്ചെടുക്കാം. വറുത്തെടുത്ത അരിയുടെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ലാസ്റ്റ് കാഷ്യൂ കൂടി അരിയുടെ കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. തേങ്ങ കൂടി ഒന്ന് ഇടിഞ്ഞു വരാനായിക്കൊണ്ട് ഞാൻ കുഞ്ഞുരുളിലിട്ട് ഒന്ന് ഇടിച്ചതിന് ശേഷം മിക്സിയിലാണ് ചെയ്തത്. ശർക്കര കൂടി ചേർത്തൊന്ന് ഇടിക്കുകയാണ്. ശർക്കര മിക്സിയിലിട്ടപ്പോഴുള്ള അവസ്ഥയാണ് കാണുന്നത്. അങ്ങനെ നമ്മുടെ അരിയുണ്ട റെഡിയായി വരുന്നു. എല്ലാം ഇടിച്ചെടുത്തു. അരിയും ശർക്കരയും തേങ്ങയും ഏലക്കായും കാഷ്യൂ നട്ട്സും. ഇനി എല്ലാം കൂടി ഒന്ന് ഉരുട്ടിയെടുക്കണം. ഈ അരിയുണ്ട നമുക്ക് 4 മണി ചായക്കൊപ്പം നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങൾ എന്തായാലും ചെയ്തു നോക്കുമല്ലോ. നിങ്ങളിങ്ങനെ ചെറിയ ഉരുളിലൊന്നും ഇടിച്ച് കഷ്ടപ്പെടേണ്ട കേട്ടോ. മിക്സിയിൽ ചെയ്യാൻ പറ്റും. ഞാനൊന്ന് ട്രഡീഷണലൊക്കെ നോക്കിയതാണ്. ഓക്കെ നിങ്ങൾക്ക് എൻ്റെ ചെറിയൊരു റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സും ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് വേണ്ടി റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കാണുക.